കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനും മറ്റ് 2 പേർക്കും വേണ്ടിയുള്ള തെരച്ചിൽ ഉടൻ പുനരാരംഭിക്കും. ഡ്രഡ്ജർ ഘടിപ്പിച്ച ടഗ് ബോട്ട് ഗംഗാവലി പുഴയിലെ പുതിയ പാലം സ്ഥിതി ചെയ്യുന്ന അഴിമുഖത്ത് എത്തിച്ചിട്ടുണ്ട്. വേലിയിറക്ക സമയത്ത് 2 പാലങ്ങളും കടന്ന് ബോട്ട് ഷിരൂരിൽ എത്തിക്കാനാണ് ശ്രമം നടക്കുന്നത്. ജോസഫ് അഗസ്റ്റിനോട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ജോസഫ്, നിലവിൽ എങ്ങനെയാണ് കാലാവസ്ഥ? അനുകൂലമാണോ? അതുപോലെ തന്നെ എങ്ങനെയാണ് വിവരങ്ങൾ? ഈ ഡ്രഡ്ജർ എത്രയും പെട്ടെന്ന് എത്തിച്ച ദൗത്യം പുനരാരംഭിക്കുക എന്നുള്ളതാണ് സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? ഭദ്ര, ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഘടിപ്പിച്ചിട്ടുള്ള തഗ് ബോട്ട് ഇവിടെ നങ്കൂരമിട്ടു. ആദ്യ പാലത്തിന് സമീപമാണ് ഇത്തരത്തിൽ നങ്കൂരമിട്ടിട്ടുള്ളത്. വൈകിട്ട് 4 മണിയോടുകൂടി ആദ്യ പാലവും രണ്ടാമത്തെ പാലവും മറികടന്ന് ഈ അപകട സ്ഥലത്തേക്ക് എത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 10 മണിയോടുകൂടിയാണ് ഈ തഗ് ബോട്ട് ഇത്തരത്തിൽ ഇവിടെ ചേർത്തിട്ടുള്ളത്. എന്തായാലും ഈ വളരെ വേഗത്തിൽ തന്നെ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇവർ ഈ ബോട്ട് ഇവിടെ എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ നങ്കൂരമിട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നീരൊഴുക്ക് ശക്തമാണ്. മാത്രമല്ല, ഈ പാലത്തിന്റെ അടിയിൽ ഈ പാലം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട കുറെ അധികം മണ്ണും മറ്റ് അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആയതിനാൽ തന്നെ ഇത്തരത്തിൽ വേലിയിറക്ക സമയത്ത് അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഈ പാലം മറികടന്ന് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഇവ പ്രധാനമായും അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആദ്യ പാലത്തിന് സമീപം ഇത്തരത്തിൽ ഈ തഗ് ബോട്ട് നങ്കൂരമിട്ട് കിടക്കുന്നത്. എന്തായാലും ഈ ഹിറ്റാച്ചി അതുപോലെ തന്നെ ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെട്ട വലിയൊരു തഗ് ബോട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത്. വൈകിട്ട് 4 മണിയോടുകൂടി ഈ തഗ് ബോട്ട് ഇവിടെ നിന്ന് 2 പാലങ്ങളും കടന്ന് ഇത്തരത്തിൽ ഈ അപകട സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭദ്ര, ജോസഫ്, അത്തരത്തിൽ ഇന്ന് തന്നെ ഒരുപക്ഷെ 4 മണിയോടുകൂടി ജോസഫ് പറഞ്ഞതുപോലെ എത്തുകയാണെങ്കിൽ ദൗത്യം ഇന്ന് തന്നെ പുനരാരംഭിക്കുമോ അതോ നാളത്തേക്ക് മാറ്റിവെക്കാനാണോ സാധ്യത? എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഈ ദൗത്യം ഇന്ന് 4 മണിയോടുകൂടി ഇത്തരത്തിൽ അവിടെ എത്തിച്ചേർത്താൽ നാളെയോടുകൂടി ഇത്തരത്തിൽ പൂർണ്ണ സജ്ജമാക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഭദ്ര, ശരി ജോസഫ്, എന്തായാലും ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള അർജുൻ അടക്കമുള്ളവർക്കായുള്ള തെരച്ചിൽ ഉടൻ തന്നെ പുനരാരംഭിക്കും. ഈ ഡ്രഡ്ജർ ഇപ്പോൾ ഗംഗാവാലി പുഴയോട് സമീപത്തുള്ള അഴിമുഖത്ത് എത്തിച്ചിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം, അതായത് 4 മണിയോടുകൂടി ഇത് ഈ പ്രദേശത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അങ്ങനെ എത്തുകയാണെങ്കിൽ നാളത്തോടു കൂടി തന്നെ ദൗത്യം പുനരാരംഭിക്കും.